ഹലോ മുത്തുമണികളെ, അപ്പം ഇന്ന് ഇന്നൂസിൻ്റെ സ്കൂളിലെ വാർഷികമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനും ഇന്നൂസും കൂടെ അതാ വീട്ടിൽ നിന്ന് ഒരു 10:30-ക്ക് ഇറങ്ങി. 2 മണിക്ക് ശേഷമാണ് ഓളുടെ പരിപാടി ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞ. അപ്പോൾ ഇവിടുന്ന് ഏതായാലും ഓട്ടോക്ക് പോവാണ്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ നല്ല ചൂടും ഒക്കെ ആയതുകൊണ്ട് ഓട്ടോക്ക് തന്നെ പോകാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ കുറച്ച് വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങോട്ട് റോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നൂസ് നിൽക്കുന്നത് ഒപ്പനക്കാണ്. എൻ്റെ പൊന്നോ, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. ഇന്നോസെന്റിലേറെ സന്തോഷത്തിലാണ് ഞാൻ. അവള് സ്റ്റേജിൽ കയറി ഒപ്പന കളിക്കണത് കാണാൻ എൻ്റെ പൊന്നോ. ആ ഒരു സന്തോഷം അത് ചില്ലറല്ല, അതൊരു ഒന്നൊന്നര സന്തോഷം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നൂസിനൊന്ന് ഒപ്പനക്ക് നിർത്തണം എന്നുള്ളത്. ഞാൻ ഈ കലോത്സവങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ, അപ്പം ആ സ്റ്റേജിൽ ഒപ്പന കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കും, ഇന്നൂസൊക്കെ എന്നാണ് ഇതുപോലെ കളിക്കുക എന്നിങ്ങനെ ഞാൻ ആഗ്രഹിക്കൂട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കുട്ടിനെ ഇന്നൂസായിട്ട് സങ്കല്പിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കൂട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നൂസിനെ ഒപ്പനക്ക് നിർത്തണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം UKG ഓള് മണവാട്ടിയായിരുന്നു ആയിരുന്നത് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം മണവാട്ടിയിലേറെ കളിക്കണതാണ്. അപ്പം ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി, ബാക്കി ഞാൻ ഇതിൻ്റെ വഴി അങ്ങനെ പറയാട്ടോ. ഓട്ടോ കയറി ഞങ്ങൾ സ്കൂളിലെത്തി. പരിപാടിയൊക്കെ കറക്റ്റ് സമയം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:30 കറക്റ്റ് തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് സ്കൂള്, GUPS ക്ലാരി അരുത്തിക്കോട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അന്ന് തൊട്ടിട്ടുള്ള ആഗ്രഹമാണ് ഇന്നോസിന് ഒപ്പനൊക്കെ ഒന്ന് നിർത്തണം, എന്നാണ് ഓള് ഇതൊക്കെ ഒന്ന് കളിച്ചു തുടങ്ങാമെന്നിങ്ങനെ ഞാൻ അന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൾ ഒപ്പനയിൽ കളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ് കേട്ടോ. ട്രഡീഷണൽ ഒപ്പനൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൊട്ടും ആ ഒരു ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലാണല്ലോ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നിർത്തുന്നത്. ആ ഒരു കൊട്ടും ആ ഒരു കളിയുടെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ആ കറക്റ്റ് 11:30 ആ ഒരു ടൈമിലൊക്കെ മേക്കപ്പ് തുടങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്തൊന്നും മേക്കപ്പ് തുടങ്ങിയിട്ടില്ല. പിന്നെ KG സെക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ LP സെക്ഷൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും KG സെക്ഷൻ കഴിയാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് മേക്കപ്പ് തുടങ്ങിയത്. ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച ശേഷം ഒരു 1:15 ആ ഒരു ടൈമിലാണ് മേക്കപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓളെ പരിപാടി തുടങ്ങാൻ തന്നെ 3:15 3:30 ആ ഒരു ടൈമും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മേക്കപ്പൊക്കെ ചെയ്ത് കാണുമ്പോൾ എൻ്റെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആ സ്റ്റേജിൻ്റെ കട്ടനും അങ്ങോട്ട് പൊന്തി അവളുടെ കളിയും കൂടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. ആ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. മൈലാഞ്ചി എങ്ങനെയുണ്ട്? ഞാൻ ഇട്ട് കൊടുത്തതാണ്. കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഞാനായിരുന്നു കേട്ടോ. ഒപ്പനൻ്റെ വീഡിയോ കുറച്ച് ഞാൻ ഇതിൽ വെക്കാം, ബാക്കി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കളിപ്പിക്കാനായിരുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മണവാട്ടിയായ. ഇപ്പം തന്നെ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലാണല്ലോ ആ ഒരു വഴക്കും അതേപോലെ ആ ഒരു കൊട്ടിൻ്റെ ആ ഒരു രീതിയും അതൊക്കെ ഒന്നൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് അതിലൊന്ന് നിർത്താന്ന് ഇങ്ങനെ കരുതുന്നത് കേട്ടോ. വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്താ പറയുക, ഒപ്പനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അതൊരു ഇതാവുമല്ലോ. ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുന്ന കാണാൻ വേണ്ടപ്പെട്ടു എന്തോരം സന്തോഷം എന്നറിയോ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പഠിപ്പിച്ചെടുത്ത് ഈ ഒരു രീതിയിലാക്കാൻ എൻ്റെ പൊന്നോ ആ മാഷ് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതുമല്ല ഇവർക്ക് പ്രാക്ടീസിന് ടൈം ഭയങ്കര കുറവായിരുന്ന. ഒന്നാമത് നോൻപിനായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അത് പിന്നെ എക്സാമും കൂടെ വന്നു. ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ലാസ്റ്റ് ദിവസമാണ് വാർഷികം വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാനോ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. നോൻപിനാണ് എന്താ പറയുക പ്രാക്ടീസ് തുടങ്ങിയത്.
പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ പെരുന്നാൾ ലീവ് വന്നു, അത് കഴിഞ്ഞിട്ട് എക്സാം വന്നു. അപ്പോഴൊക്കെ എന്നാലും പറ്റണ തരത്തിൽ ആ വാർഷികമാണല്ലോ, മത്സരമൊന്നുമല്ല, വാർഷികമല്ലേ, എന്നാലും അതിൻ്റെതായിട്ടുള്ള അത്യാവശ്യം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നല്ലോണം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ട് എനിക്ക് വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതേപോലെ എന്നും ഞാൻ ഇവിടെ നിന്ന് കളിപ്പിക്കും. പക്ഷെ എന്നാലും ആ ഒരു രീതിയിൽ അവര് ആ ഒരു ഇതിൽ കളിച്ചു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. രണ്ടു മണിക്ക് തുടങ്ങുന്ന പറഞ്ഞിരുന്ന, പക്ഷെ എന്തോ KG സെക്ഷനിൽ ഇങ്ങോട്ട് എന്താ പറയാ, കഴിയാൻ വൈകിന്നല്ല, ഈ ഒപ്പനക്കുള്ള ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മേക്കപ്പ് തുടങ്ങി. പിന്നെ റെഡിയായി വരുന്നവരെ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 3:15. ഇത് കണ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് ഭാഗം ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു. അപ്പം ഇനി കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരുന്നിട്ട് ഇന്നൂസ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകും, വീട്ടിൽ പോകും. ഞാൻ പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോവുള്ളൂ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നിൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞൊരു ദിവസമാണ്.